ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകണം. അപ്പോൾ ഞാനൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഇടാൻ പോകുന്നത് ഇതാണ് കേട്ടോ, പോൺസിൻ്റെ ഒരു BB ക്രീമാണ് കേട്ടോ. നല്ല സ്മൂത്താണ് കേട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പം എന്ത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഡോട്ടായിട്ട് തോനെ ഇടണം എന്നിട്ട് എനിക്കിതിൻ്റെ മുഖത്തിന് ഇത് കുറച്ച് തോനെ വേണ്ടേ കേട്ടോ, വരാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് തോനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ബ്ലെൻഡർ വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം കണ്ണാടി നോക്കിയിട്ടാണ് കേട്ടോ, അത് നോക്കിയപ്പോൾ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിലാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ഇതിട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഇതാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമാണ്. ഇതൊക്കെ ഞാൻ വാങ്ങിയത് കടയിൽ നിന്നാണ് കേട്ടോ, അവിടെ അടുത്തുള്ള കടയിൽ നിന്നാണ്, ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അല്ലാതെ മീഷോന്നും അങ്ങനെ ആപ്പൊന്നും ഒന്നുമല്ല കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഇതാണ് കേട്ടോ സെക്കൻഡ് പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ ഡോട്ടായിട്ട് തന്നെ ഇടണം. ഞാനൊക്കെ ഡോട്ടായിട്ടാണ് ഇടാറ്. ഞാൻ ഇതാക്കിയിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതാക്കി എടുക്കട്ടെ കേട്ടോ, ബ്ലെൻഡ് ചെയ്ത് എടുക്കട്ടെ. ഓക്കെ, ഇതാണ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം ഇതും ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ പ്രോഡക്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് BB ക്രീമാണ് കേട്ടോ, പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. ഇതാണ് സംഭവം, BB ക്രീം. പോൺസിൻ്റെ BB ക്രീമാണ്, നല്ല ക്വാളിറ്റി ഉള്ള ക്രീമാണ് ഇട്ടതൊക്കെ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കൈമാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ, കാരണം അതൊരു ഒരു വേറെ ഒരു കളറായിട്ടാണ് ഇത് വരിക. അപ്പം ഞാൻ കുറച്ചാണ് എടുക്കുന്നത്. അത് ഞാൻ ഇതേപോലെ തന്നെ ഡോട്ടായിട്ടാണ് ഇടുന്നത്. കാണാനില്ല, ഇപ്പം എന്തെങ്കിലും നോക്കി തന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി ഇതൊന്ന് ഞാൻ ഇതാക്കിയിട്ടുണ്ട്, ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു
നല്ലൊരു ഇതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ട്, നല്ലൊരു കളറായിട്ടാണ് എനിക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തേർഡായിട്ട് ആ ക്രീമൊന്നും തേക്കുന്നില്ല. തേർഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതന്നെയാണ് കേട്ടോ. എന്നിട്ട് ഓക്കെ, തേർഡ് പ്രോഡക്റ്റായിട്ട് ഞാൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ പിന്നെ ഏതോ ഡാസ്ലറിൻ്റെ ഒരു പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റി നല്ല മണമായിട്ടുള്ള ഒരു പൗഡറുണ്ട്. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ പൗഡേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഈ പഫായിട്ട് ഇങ്ങനെ ഇട്ടിട്ടെടുക്കണേ. എൻ്റെ ഈ ചാനലിലെ ഫസ്റ്റ് ഇതാണ് എൻ്റെ ഈ ചാനലിലെ ഫസ്റ്റ് ഗെറ്റ് റെഡി തുമ്മയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഇപ്പം ഇത് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മിനുക്കിയിട്ടുണ്ട്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഓക്കെ, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തതൊക്കെ കഴിഞ്ഞു. ഓക്കെ, അതിന് പൗഡറും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തു. പിന്നെ എനിക്ക് അപ്പോഴാണ് ഓർമ്മ കണ്ണും ഇടാറുണ്ട്. അപ്പോൾ ഇത്തിരി കണ്ണും ഇട്ടു. ഓക്കെ, പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു ലിപ് ബാമാണ് കേട്ടോ. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേത് പ്രൊഡക്റ്റ് എന്ന് കാണില്ല, ചീന്തി പൊളിച്ച കേസ് ഉണ്ട്. അത് ആണ് കേട്ടോ പ്രൊഡക്റ്റ്. അറിയുന്നില്ല, ഇതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ. ഓക്കെ, ഇതാണ് കേട്ടോ. അങ്ങനെയാണ്, അത്യാവശ്യം നല്ല മണക്കാണ്. ഇതൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ലിബാമാണല്ലോ, പക്ഷേ ഇത് ലിബാമായിട്ട് മാത്രമല്ല ഇടാറ്, ഞാൻ ബ്ലഷായിട്ടും ഇടാറുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തേച്ചാലേ അറിയത്തുള്ളൂ. ഓക്കെ, ഇത് ഇട്ടിട്ടുണ്ട്. ഞാൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇടാൻ പോകുന്നത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഇത് ഏതാന്ന് ഡാസറിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതിൽ നല്ല ക്വാളിറ്റി ആയിട്ട് വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്ന ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട്. ഇതൊരു പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ക്യൂട്ടായില്ല, നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാനും വാങ്ങിയതാണ്. ഇതേപോലത്തെ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ബ്ലഷായിട്ടും ഇടും ലിപ്സ്റ്റിക്കായിട്ടും ഇടാറുണ്ട് കേട്ടോ. ഓക്കെ, എനിക്കിനി ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ക്യാമറയിൽ നോക്കി കഴിഞ്ഞിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇത്തിരി ബുദ്ധിമുട്ട്, കുറച്ച് നേരം പിടിക്കും എനിക്ക്. പിന്നെ എൻ്റെ ചുണ്ടുമ്പോൾ അത്ര പെട്ടെന്ന് നല്ല ഇട്ട് കൊടുക്കണം, എന്നാലേ പിടിക്കത്തുള്ളൂ. അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത്തിരി ബ്ലഷായിട്ടും കൂടെ ഇട്ട് കൊടുക്കണ്ടേ. ഓക്കെ, ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കൈയ്യേറ്റൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഇതൊന്ന് ഇതൊന്നും കൂടെ ഇതാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം മുഖത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഒരു പൊട്ടും കൂടെ കുത്തട്ടെ. അപ്പം ഞാൻ ലൈനറാണ് കേട്ടോ. ഇത് ഡാസറിൻ്റെ ഉണ്ടത്, ഡാസലർ അതിൻ്റെ പ്രൊഡക്റ്റാണ്. ഞാൻ പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഗൈസ് ഞാൻ പൊട്ടിയിട്ടിട്ടുണ്ട്. ഐലൈനർ ഇട്ടോണ്ട് കണ്ണെഴുതിയില്ല കേട്ടോ, കാരണം ഇന്നെന്തോ കണ്ണെഴുതാൻ എനിക്ക് തോന്നില്ല. ഞാൻ ചില ദിവസം കണ്ണെഴുതും കണ്ണെഴുതില്ല, അപ്പം ഇന്ന് ഞാൻ കണ്ണെഴുതില്ല കേട്ടോ. ഓക്കെ, അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുടി ഒന്ന് കെട്ടാണ്ട്, അപ്പം ഇങ്ങനെ കിട്ടും ആലോചിച്ചിരിക്കണം. അപ്പോൾ ഒറ്റ മിനിറ്റ് ഞാൻ അതാ വരുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ മുടിയൊന്ന് ആദ്യമൊന്ന് കെട്ടിറക്കി ജട ഇറക്കി വയ്ക്കട്ടെ. എനിക്ക് ലോങ് ഹെയർ ആണോ? എനിക്ക് ലോങ് ഹെയർ അല്ല കേട്ടോ, എനിക്ക് ഷോർട്ട് ഹെയർ തന്നെയാണ്. ഒന്ന് ലോങ് ആയി വരുന്നുണ്ട്. ലോങ് ഹെയറിനോടാണ് താല്പര്യം. എനിക്കിപ്പോൾ സത്യത്തിൽ ഇത്ര മുടി ഉണ്ടാവേണ്ടതാണ്. കാരണം ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോഴത്തെ ആണ് ഞാൻ അതുകൊണ്ട് മുടി എൻ്റെ മുറിച്ചു. പറ്റ മുറിച്ചൊന്നുമില്ല, ഒരു ഇത്രയൊക്കെ ഉണ്ടാക്കി മുറിച്ചു. പിന്നെ എൻ്റെ ശേഷം വളരെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ തലപ്പ് വെട്ടിയിട്ട് ശരിയായി. പിന്നെ ഞാൻ വളരാൻ തുടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഞാൻ മുടിയൊക്കെ ഒന്ന് കോമ്പ് ചെയ്ത് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് മുടിയും കൂടി കെട്ടിയിട്ട് വരാം കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു മുടി കെട്ടണ്ട, പരത്തിയിട്ടാൽ മതി വിചാരിച്ച്. കുറച്ച് രാവിലെ ആയാലും കൊണ്ട് ഇത്ര മുടി ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പരത്തില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി, നല്ല കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.